ബിജെപിനെ എങ്ങനെ തോൽപ്പിക്കണം. അപ്പോ ഇതവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. ലോക്കൽ ബോഡി ഇലക്ഷന്റെ മുമ്പും കണ്ടു, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് പിടിച്ച ബിജെപി NDA തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, ലെഫ്റ്റ് അല്ല, തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാഅത്താണ്. അപ്പൊ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തിന്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? ഈ സെക്യുലറിസമിന്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ എന്താണ്? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ CPM പരാജയപ്പെട്ടു, അത് 100%. അതിൽ ആർക്കും സംശയമില്ല. 10 കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 3ാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല. ജനങ്ങൾ തീരുമാനിച്ചു. 2 ഓപ്ഷൻസ് ആണ് ജനങ്ങളുടെ മുമ്പിൽ. NDA, മറ്റേ വശത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിന്റെ മുന്നണി. ഈ 2 മുന്നണികൾ തമ്മിൽ വികസനത്തിനെ കുറിച്ചും നാടിന്റെ സമാധാനത്തിനെ കുറിച്ച് ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ ഒരു സിൻസിയറിറ്റി ആർക്കാണ്, അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ജമാഅത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിന്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് ഇലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറയും എത്രയോ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അവസാനം ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. പക്ഷേ എന്റെ ഒരു അഭ്യർത്ഥന, പാർട്ടി NDAന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളൊരു 60% ഫോക്കസ് വികസനം, ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം ആണ് എന്റെ ഒരു അഭ്യർത്ഥന. 40% നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ അജണ്ട ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ നാടിന്റെ ഭാവിനെ മനസ്സിൽ വെച്ച്, നമ്മളെ കുട്ടികളുടെ ഭാവിനെ മനസ്സിൽ വെച്ച്, നാടിനെ നന്നാക്കണം, നമ്മളെല്ലാവരും ലക്ഷ്യമാണെന്ന് അത് മനസ്സിൽ വെച്ച് ഒരു 60% നാടിന്റെ വികസനം, നാടിനെ നന്നാക്കണം, അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ 10 കൊല്ലം UPAയിൽ 8 കേരളത്തിന്റെ മന്ത്രിമാർ ഇരുന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ? അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം. അതാണ് എന്റെ അഭ്യർത്ഥന.